മരിച്ചുപോയ ചിത്രപ്രിയ എന്ന കുട്ടി എൻ്റെ വൈഫിൻ്റെ ചാച്ചൻ്റെ മകളാണ്. ആ കുട്ടി മരിക്കുന്ന ദിവസം ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്നലെ വരെ ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കുട്ടിയെ കാണാതായപ്പോൾ തൊട്ട് തെരച്ചിൽ നടത്തുന്നതും പോലീസിൽ കേസ് കൊടുക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്തതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകൾ ഇതെല്ലാം കഴിഞ്ഞത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ ഇന്ന് കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയെയും കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമന്റ്സുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീട് ഇപ്പോഴും ഈ ഒരു ഷോക്കിൽ നിന്ന് കരകയറിയിട്ടില്ല. അവരിപ്പോഴും ആ കുടുംബം മൊത്തത്തിൽ ഭയങ്കര ഷോക്കിലാണ് നിൽക്കുന്നത്. പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന CCTV വിഷ്വൽസ് ആവട്ടെ, പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മുടെ മരിച്ചുപോയ ചിത്രപ്രിയ അല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറെ ഏതോ ആൾക്കാരാണ്. ആദ്യം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം 7 മണി 7:30 8 മണി ടൈമിലാണ്, വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത്. അന്ന് അവിടെ അയ്യപ്പൻ വിളക്ക് നല്ലൊരു വിളക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിൽ ഉണ്ടെന്നുള്ളൊരു വിചാരത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവളെ കണ്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. രാത്രിയായിട്ടും പിന്നെ അവൾ വന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. പല സ്ഥലത്തും പല രീതിയിലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ വിവരപ്രകാരം പോലീസുകാരുടെ കൺഫർമേഷനോടുകൂടി മലയാറ്റൂർ പെട്രോൾ പമ്പിന്റെ ബേക്കിലുള്ള സ്ഥലത്ത് വെച്ചാണ് കുട്ടിയുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ ലാസ്റ്റായിട്ട് കട്ടായത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഏരിയയിലും അനുബന്ധ പ്രദേശങ്ങളിലും വീടുകളിലൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഒരു തുമ്പും കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും പോലീസുകാരായിട്ട് പല തവണയായിട്ട് സ്റ്റേഷനിൽ കയറി കാര്യങ്ങൾ പറയുകയും അവരിൽ നിന്നുണ്ടായ റോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും തന്നെ കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം അവർ പറഞ്ഞത് പല ദിവസങ്ങളായിട്ട് പല വിഷ്വൽസിൽ അവർ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കരുതിയത് എന്താ വെച്ചാൽ ഈ കുട്ടി ഈ പറഞ്ഞ അലൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോവുകയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇവരുടെ തെറ്റായ ഇൻഫർമേഷൻ കാരണം ഞങ്ങൾക്ക് 3 ദിവസം പഴക്കം ചെന്ന ഒരു മൃതദേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോയും പല കമന്റ്സും എല്ലാം റോങ് ആണ്. CCTV വിഷ്വൽസിൽ ഒന്നിലും തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു ഫോട്ടോസോ ഒരു വിഷ്വൽസോ ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷ്വൽസിലുള്ളതൊക്കെ 1:30 ഉണ്ടായ വീഡിയോസും 2 മണിക്ക് 3 മണിക്കൊക്കെ പുലർച്ചെയുള്ള വീഡിയോസാണ്. അതിലൊന്നും തന്നെ ഈ കുട്ടി ഉണ്ടായിട്ടില്ല. തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ കാര്യമായിട്ടുള്ള കാരണങ്ങൾ അറിയാതെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരാതെ ഉള്ള ഈ സാഹചര്യത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള മോശം കമന്റുകളോ അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ചിട്ടുള്ള മോശമായ കാര്യങ്ങളോ പറയാതിരിക്കുക.